നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ കയ്യിലിരിപ്പ് വെച്ച് അവൾ അതിനുള്ള അവസരം ഇനിയും ഉണ്ടാക്കിക്കോളും. എന്താ രണ്ടുപേരും കൂടി ഒരു സംസാരം? അതെന്താ, ഞങ്ങക്ക് സംസാരിച്ചുകൂടെ? അതെ, നമുക്ക് ഒരുമിച്ചൊന്ന് ടൗൺ വരെ പോണം. അതെന്തിനാ? കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങാനാ. അതെന്തിനാ ഞാൻ വരുന്നേ? തനിക്കൊറ്റക്ക് പോയി വാങ്ങിയാ പോരെ? കെട്ടാൻ പോകുന്ന പെണ്ണൊന്നും കറങ്ങാൻ വിളിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഓ, കറങ്ങാൻ വേണ്ടിട്ടാണോ? ഏയ്, അതിനൊന്നും എന്നെ കിട്ടിയൊന്നുമില്ല. അല്ലെങ്കിലേ കല്യാണത്തിന് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അതിനു മുമ്പേ വെറുതെ നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഈ നാട്ടുകാര് പറയുന്നതിനെ കുറിച്ച് നീ എന്തിനാ ചിന്തിക്കുന്നേ? വേണ്ടമ്മേ, വക്കീലിനെ നിർബന്ധിക്കണ്ട. സ്വപ്ന പറഞ്ഞ പോലെ എന്നെ കുറിച്ച് വക്കീലിന് സംശയങ്ങളുണ്ടല്ലേ? അതുകൊണ്ടല്ലേ എന്നെയും കൂട്ടിക്കൊണ്ട് ആളുകളുടെ മുന്നിലൂടെ നടക്കാൻ വക്കീലിന് മടി തോന്നുന്നേ. ഈശ്വര, ഞാനേ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ലടോ. സാരമില്ല, എനിക്ക് വക്കീലിന്റെ അവസ്ഥ മനസ്സിലാവും. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അവളെ കരയിച്ചപ്പോ നിനക്ക് മതിയായോടാ? അതിന് കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മഹിമേ, ഒരു 5 മിനിറ്റ് ഞാൻ ഈ ഡ്രസ് മാറ്റിട്ട് ഇപ്പൊ വരാം. അമ്മേ, കരച്ചിൽ നിർത്താൻ പറ കൊച്ചിനോട്. നീ പോയി ഡ്രസ് മാറിയിട്ട് വാടാ. അമ്മയെ കൊള്ളാം. മോളെ, അവൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളെ. എനിക്കറിയാമേ, വക്കീലിനെ വരുത്താൻ ഇതാണ് ഏറ്റവും നല്ല വഴിയെന്ന് തോന്നി. അല്ലെങ്കിൽ വെറുതെ വഴക്കൂടാൻ നിക്കണം. അമ്പടി കേമേ, നീ അടിപൊളിയാണല്ലോ. നിന്റെ അഭിനയം കണ്ടാലേ എന്റെ സീരിയലിലെ നായിക മാറി നിൽക്കും. ഇവനെ കൊണ്ട് പ്രേമിപ്പിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും നമ്പർ ഇറക്കിയാലേ ശരിയാവത്തുള്ളൂ. ഞാൻ റെഡി. പോ. വക്കീൽ എനിക്ക് വേണ്ടി ത്യാഗമൊന്നും ചെയ്യണ്ട. ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ട. അയ്യോ, എനിക്കെന്ത് ബുദ്ധിമുട്ട്? എടോ, തന്നെ ഞാൻ കൊണ്ടുപോയി പിന്നെ ആര് കൊണ്ടുപോവാനാ? വാ കേറ് അമ്മേ, വാ കേറ്. മോളെ, റോഡ് മുഴുവൻ കുണ്ടുകുഴിയാ, പിടിച്ചിരിക്കണേ. സൂക്ഷിച്ചു പോ. എല്ലാവരും അനിതയെ പരിചയപ്പെട്ടല്ലോ അല്ലേ? മഞ്ജു, അനിതയും പോലീസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നത്. അനിതയുടെ അച്ഛൻ അനിൽകുമാർ ഈ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിരുന്നു. മഞ്ജുവിന്റെ അച്ഛൻ മാധവനും ഈ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിരുന്നു. മാധവനോ? അതെ, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. വളരെ സത്യസന്ധനായ ഓഫീസറായിരുന്നു. അന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാമായിരുന്നു. അനിതയുടെ അച്ഛനും അദ്ദേഹത്തെ പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓവ്, അച്ഛൻ മാധവൻ സാറിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവരൊരുമിച്ച ഈ സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്തിരുന്നത്. അപ്പോ ഒരേ സ്റ്റേഷനിൽ ജോലി ചെയ്ത 2 പോലീസുകാരുടെ മക്കളും ഇപ്പൊ അതേ സ്റ്റേഷനിൽ ഒരുമിച്ച് ജോലി ചെയ്യുക. ഇതിപ്പോ ഒരു പത്രവാർത്തക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. എന്താ നിങ്ങൾ സംസാരിക്കും? നമ്മള് അത്ര നല്ല രീതിയിലല്ല പരിചയപ്പെട്ടത്. മാഡത്തിന് സല്യൂട്ട് ചെയ്യാൻ മറന്നത് എന്റെ തെറ്റാ. ഇനി ഞാനത് ആവർത്തിക്കാതെ നോക്കിക്കോളാം. അപ്പോ അനിൽ സാറും മാധവനും കൂട്ടുകാരായിരുന്നോ?
എന്റെ അച്ഛന്റെ നാശത്തിന്റെ കാരണം മാധവനായിരുന്നു. ഈ സ്റ്റേഷനിൽ വെച്ച് ശങ്കരൻ എന്നൊരു പ്രതിയുടെ മരണം നടന്നു. അതിനുത്തരവാദി എന്റെ അച്ഛനാണെന്ന് മാധവൻ തെളിയിച്ചു. സാറേ, ഒരുമാതിരി കുറ്റവാളികളോട് സംസാരിക്കുമ്പോൾ എന്റെ അടുത്ത് സംസാരിക്കല്ലേ? താൻ കാണിച്ച അബദ്ധം കാരണം വയ്യാത്ത കുഞ്ഞിനെയും കൂടി ഞാൻ സ്റ്റേഷനിലേക്ക് വന്നത്. എന്നിട്ട് ഇവിടെ കിടന്ന് ഷോ കാണിക്കുന്നോടാ. മാധവ സർ, വേണ്ടടോ. ഇവനുള്ള പണി ഡിപ്പാർട്ട്മെന്റ് തന്നെ കൊടുത്തോളൂ. സസ്പെൻഷൻ എന്തായാലും താൻ ഉറപ്പിച്ചോ. അത് ഡിസ്മിസലാക്കി എടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അയാൾക്ക് വാശിയായിരുന്നു. ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം എന്റെ അച്ഛൻ നിയന്ത്രണം വിട്ട് കുടി തുടങ്ങി. അന്ന് അനുഭവിച്ച അപമാനം കാരണം അദ്ദേഹം നശിച്ചു. എന്നെങ്കിലും മാധവൻ എന്റെ മുന്നിൽ വരുമെന്നും അന്ന് അയാളോട് പ്രതികാരം ചെയ്യുമെന്നും ഞാൻ സ്വപ്നം കണ്ടു. അയാളുടെ ഭാഗ്യത്തിന് അതിനു മുമ്പ് അയാൾ തട്ടിപ്പോയി. ഇനി എന്റെ മുന്നിൽ കണക്ക് തീർക്കാൻ അയാളുടെ മകള് മാത്രമേ ഉള്ളൂ. ഈ അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല. അവൾക്ക് എന്ത് പണി കൊടുക്കാനാണെങ്കിലും എന്റെ സഹായം അനിതയ്ക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മഞ്ജുവായിട്ട് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അവളുടെ ഭർത്താവ് അല്പം പ്രശ്നക്കാരനാ. എത്ര വലിയ പ്രശ്നക്കാരനാണെങ്കിലും പോലീസിനെ പേടിക്കാതിരിക്കാൻ പറ്റൂ? അവൻ അങ്ങനെ പോലീസിനെ പേടിയൊന്നുമില്ല. ഭാര്യയെ ഭയങ്കര സ്നേഹവുമാണ്. അവളെ ആരെങ്കിലും ഒന്ന് മോശമായി നോക്കിയാൽ മതി, അവൻ പറന്നെത്തും. അവനെ ഈ നാട്ടിലെ പേര് കേട്ട ഗുണ്ടയാ, ഗിരി. നേരത്തെ അനിൽ സാറിന്റെ കസ്റ്റഡിയിൽ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞ പ്രതിയില്ലേ, ശങ്കരൻ. ഗിരി അയാളുടെ മകനാ. ഈ സ്റ്റേഷനിൽ അന്ന് രാത്രി നടന്ന സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരും ഇപ്പോഴത്തെ തലമുറയുടെ ജീവിതങ്ങളിൽ പരസ്പരം കെട്ടുപണഞ്ഞു കിടക്കുക. നല്ലൊരു ഭർത്താവും സർക്കാർ ജോലിയും കുഞ്ഞും ഒക്കെയായി സന്തോഷത്തോടെ ജീവിക്കാനായിരിക്കും മഞ്ജുവിന്റെ പരിപാടി. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛന്റെ ജീവിതം തകർത്ത മാധവന്റെ കുടുംബവും നടു റോഡിലെത്തണം. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. മഞ്ജുവിനെതിരെ നിന്ന് കളിക്കാനാണ് അനിതയുടെ തീരുമാനമെങ്കിൽ ഒരാളെ കൂടി പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ. അതാരാ? ഗോപാൽജി.